എല്ലാവർക്കും നമസ്കാരം. എല്ലാവരുടെയും 2025 എങ്ങനെ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്? ന്യൂ ഇയർ നല്ലതായിരുന്നു. അന്നത്തെ ദിവസം വലിയ അബദ്ധങ്ങളൊന്നും പറ്റാതെ വലിയ വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ? ക്രിസ്മസ് ഒക്കെ നല്ലതായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങൾ ഫോൺ വിളിച്ചപ്പം ചുമ്മാ തമാശയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ഒരു കഥയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഒരു തമാശ കഥയാണെങ്കിൽ അതിനകത്ത് ഇച്ചിരി കാമ്പുള്ളതായിട്ട് എനിക്ക് തോന്നിയതാണ്. എന്നാന്ന് ചോദിച്ചാൽ, ഒരു എയർപോർട്ടിന്റെ റൺവേ, ഒരു ഹെലികോപ്റ്റർ കിടക്കുന്നു, ഒരു പ്ലെയിൻ കിടക്കുന്നു, ഒരു റോക്കറ്റ് കിടക്കുന്നു. അപ്പൊ ഈ ഹെലികോപ്റ്റർ വളരെ സങ്കടത്തോടെ ഈ പ്ലെയിനോട് പറയുക, ഓ, നിന്റെയൊക്കെ അടുത്ത് കിടക്കാൻ എനിക്ക് ഒരു യോഗ്യതയില്ല. നിനക്ക് എന്തോ ഒരു ശക്തിയാ. നിനക്കാണെങ്കിൽ നല്ല ശക്തിയോടെ ഈ മേഘങ്ങളെ കീറി മുറിച്ച് മേഘങ്ങളുടെ മേലെ ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കാനും നിനക്ക് പറ്റും. ഓ, പിന്നെ നിന്റെ അകത്താണെങ്കിലോ എന്തെല്ലാം സൗകര്യങ്ങളാ, എത്രമാത്രം ആൾക്കാരെ നിനക്ക് ക്യാരി ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ എന്നെ നോക്കിക്കേ, കൂടിപ്പോയ ഈ മേഘങ്ങളുടെ അത്രയും ഉയരത്തിലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ. പോയാലും നിന്നെ പോലെ വലിയ സ്പീഡിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. എൻ്റെ അകത്ത് കൂടിപ്പോയ ഒരു 5-6 പേർക്ക് ഇരിക്കാൻ പറ്റുമായിരിക്കും. ഓ, നിന്നെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ ആരാന്നേ. അന്നേരം ഈ പ്ലെയിന് ഹെലികോപ്റ്ററോട് പറഞ്ഞു, നീ എന്നെ പറയുന്നു. അപ്പം അതുകൊണ്ടല്ല, അവനെ നോക്കിക്കേ, അവൻ എന്തുവാന്നേ, ഒറ്റ കുതിപ്പത്തിന്, ശബ്ദത്തിനെ കാട്ടി വേഗത്തിൽ ഒറ്റ കുതിപ്പിന് അവൻ ശൂന്യാകാശത്തെത്തും. ആ പോക്കൊന്ന് കാണേണ്ടതെന്നാ. എന്നെ ഫാസ്റ്റായിട്ട്, എന്നെ കരുത്തോടാവൻ പറക്കുന്നേ. ഞാനൊക്കെ ആരാന്നേ അവൻ്റെ അടുത്ത്. ഉടനെ ഇതെല്ലാം കേട്ടിട്ട് റോക്കറ്റ് പറയാം, നിനക്കൊക്കെ അങ്ങനെ പറയാം, മൂട്ടിന് തീ പിടിച്ചാ പിന്നെ ആരാടാ കുതിക്കാത്തെ? എൻ്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത്രയേ ഉള്ളൂ കഥ. ഇതൊരു തമാശയാണെങ്കിലും ഞാൻ വിചാരിക്കുമായിരുന്നു, നമ്മുടെ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ള ഒരു കുഴപ്പമായത്. ഈ മൂട്ടിന് തീ പിടിച്ച് എത്രമാത്രം, അതായത് ഇതെന്റെ അവസാനത്തെ ചാൻസ് ആണെന്നും പറഞ്ഞ് പരാക്രമം കാണിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും നമുക്കൊന്നും യാതൊരു കഴിവുമില്ലെന്ന്. ചിലപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മുടെ കൂട്ടത്തിലൊക്കെയുള്ള വലിയ പണക്കാരായിട്ടൊക്കെയുള്ള മനുഷ്യരെ കണ്ട് അവരുടെ ആ ഡ്രസ്സും അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന ഫോട്ടോകളൊക്കെ കണ്ട് നമ്മൾ ഒത്തിരി അസൂയപ്പെടാറുണ്ട്. ഓ, അവനൊക്കെ എന്നാത്തിന്റെ കുറവാന്നേ. അവന്റെ തലയിൽ വരച്ച സമയത്ത് എൻ്റെ എവിടെങ്കിലും ഒന്ന് വരച്ചാൽ മതിയായിരുന്നു. ഓ, എന്തൊരു ഭാഗ്യവാനാ, എന്തോരം പൈസയോ, അവനെ ഒന്നും വറി ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ അങ്ങ് വളരെ കൊച്ചാക്കി അവിടെ ഇരുന്ന് ഇങ്ങനെ പരാതി പറഞ്ഞ് നമ്മുടെ ജീവിതം കളയാറുണ്ട്. പക്ഷെ നമ്മുടെ കൂട്ടത്തിലുള്ള വലിയ വിജയിച്ച ബിസിനസ്സുകാരുടെ ഒക്കെ ഈ വിജയിച്ച അവസ്ഥയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അവര് എന്തുമാത്രം ബിഗിനിങ് അവസ്ഥയിൽ എന്തുമാത്രം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. അവരുടെ കിടപ്പാടം പോലും പണയപ്പെടുത്തിയായിരിക്കും ഈ ബിസിനസ് സംരംഭത്തിനുള്ള പണം കണ്ടെത്തിയത്. എന്തോരം വലിയ കടമുള്ള ബാങ്ക് ലോണൊക്കെ അവർക്ക് കാണുമായിരിക്കും. അവരെന്തുമാത്രം സ്ട്രെസ് അനുഭവിച്ച്, എന്തുമാത്രം ഉറങ്ങാത്ത രാത്രികൾ, എന്തുമാത്രം ഫോൺ കോൾ, എത്രമാത്രം ആൾക്കാരുടെ കയ്യെ കാലെ പിടിച്ച്, അങ്ങനെ എത്ര എന്തോ പറയണ്ടേ, മനസ്സ് മടുക്കാതെ ദിവസമുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായിരിക്കും ഇപ്പം അവർ കൈവരിച്ച നേട്ടം. അപ്പം നമ്മൾ ഇതൊന്നും ചെയ്യാതെ ഈ കൈവരിച്ച നേട്ടം നോക്കി അവരോട് അസൂയപ്പെട്ടിട്ട് കഥയുണ്ടോ? അതുപോലെ ചിലപ്പോഴൊക്കെ നല്ല മെലിഞ്ഞ് നല്ല ഷേപ്പിലൊക്കെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ പെണ്ണുങ്ങൾക്കൊക്കെ അസൂയ തോന്നാറുണ്ട്. പക്ഷെ ആ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളെപ്പോലെ തന്നെ പ്രായമാവുകയും നമ്മളെപ്പോലെ തന്നെ ബെല്ലി ഫാറ്റൊക്കെ അടിയുകയും മക്കളെ പ്രസവിക്കുകയും വയറ് വലിയുകയും വയറ് മസിൽസ് ലൂസാവും ഒക്കെ ചെയ്ത പെണ്ണുങ്ങളാണ്. പക്ഷെ അവര് ചെയ്യുന്ന പോലെ അതിരാവിലെ എണ്ണീറ്റ് ജിമ്മിൽ പോവാനോ അല്ലെങ്കിൽ 1 മൈൽ ഓടാനോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന പോലെ സാലഡും മുട്ടയും പ്രോട്ടീനും മാത്രം കഴിക്കാനോ നമ്മളെ കൊണ്ട് പറ്റുമോ? അവര് അതായത് ആ ഒരു ശരീരഘടന കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരനുഭവിക്കുന്ന ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. അത് എന്തെങ്കിലും നമ്മൾ കഴിക്കുന്ന ചോറ് ഇച്ചിരി കുറയ്ക്കാൻ, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന്റെ ഒരു എക്സസൈസ് ഡെയിലി റുട്ടീനായിട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ വാരി ചോക്ലേറ്റും മധുരവും ഒക്കെ കഴിക്കുമ്പോൾ അവരതെല്ലാം കൊതിയുണ്ടെങ്കിലും അടക്കിയിട്ട് അത് കഴിച്ചിട്ടാ അങ്ങനെ ഇരിക്കുന്നതെന്ന് നമുക്കറിയാവോ? അതിന്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് അറിയാതെ നമ്മൾ ജലസ് ആയിട്ട് കാര്യമില്ല. അതുപോലെ നമ്മൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ നല്ല യുവമിഥുനങ്ങളെ പോലെ ഭാര്യ ഭർത്താക്കന്മാർ കൈകോർത്ത് അവരുടെ ആ സംഭാഷണവും അല്ലെങ്കിൽ അവരുടെ ആ സ്നേഹവും ഒക്കെ കാണുമ്പോൾ
കുശുമ്പിച്ചിട്ട് കാര്യമില്ല. എന്താന്ന് വെച്ചാൽ അവർ തമ്മിൽ ചെയ്തിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും അവർ കോംപ്രമൈസുകളും ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. നമ്മൾ ജസ്റ്റ് പുറമേ ഉള്ളത് കണ്ടിട്ട് ജലസ് ആവേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അവരും നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യരാ. അവർക്കൊക്കെ ഈ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും അങ്ങനെ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യണം. ഇന്ന് ഒരു പേപ്പർ എടുത്ത് എനിക്ക് വേണ്ടുന്ന കാര്യങ്ങൾ എഴുതുക. 1, 2, 3 നക്കമിട്ട് എഴുതുക. ഒന്നാമത്തെ ഇപ്പം ഞാൻ ആണെങ്കിൽ എഴുതും എൻ്റെ വണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് അത് നേടണം. അങ്ങനെയൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് അതിനു വേണ്ടി ആ ഒരു നമ്പറിൻ്റെ അടിയിൽ കുഞ്ഞു 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 സ്റ്റെപ്പുകൾ എഴുതണം. എന്നിട്ട് കൃത്യമായിട്ട് ആ സ്റ്റെപ്പ് പാലിക്കാനുള്ള ഒരു ശ്രമം ഒന്ന് നടത്തി നോക്കിക്കേ. അങ്ങനെ നമ്മൾ ദിനം ഡെയിലി അങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തിയാൽ ചിലപ്പോൾ നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടാൻ പറ്റും കേട്ടോ. അല്ലാതെ മറ്റുള്ളവരോട് ജലസായിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ പറ്റുമെങ്കിൽ നമ്മുടെ കൺമുന്നിൽ തന്നെ ജീവിച്ച് എല്ലാത്തിനോടും കിടമുട്ടി വിജയികളായ ആ മനുഷ്യരോട് കുശുമ്പിക്കാതെ വല്ലപ്പോഴും അവരുടെ അടുത്ത് മിണ്ടാൻ പറ്റുമെങ്കിൽ മിണ്ടുമ്പോൾ അവരുടെ ടിപ്സ് ചോദിക്കുക. എന്നിട്ട് ആ ടിപ്സ് നമുക്ക് ഇച്ചിരിയെങ്കിലും ഒക്കെ പകർത്താൻ പറ്റുമെങ്കിൽ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അത് ഒരു ദിവസം ചെയ്ത് മറ്റേ ദിവസം ചെയ്യാതിരുന്നാൽ പറ്റൂല. ഒരു ദിവസം പിറ്റേ ദിവസം അങ്ങനെ എവറി ഡേ നല്ല ഡെയിലി ഡിസിപ്ലിനോടെ അത് ചെയ്യുമ്പോൾ കുറേ നാളാവുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതിനുള്ള ക്ഷമ നമുക്ക് വേണം, അതിനുള്ള ഡിസിപ്ലിൻ നമുക്ക് വേണം, അതിനകത്ത് എന്താ പറയണ്ടേ നല്ല ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആരോടും എന്താ പറയണ്ടേ ജലസ് ആവുന്നതിന് പകരം നമ്മൾ ഇന്നലത്തെക്കാട്ടി ഇച്ചിരിയും കൂടെ ബെറ്റർ മനുഷ്യനായിട്ട് ഇന്നത്തെക്കാട്ടി ഇച്ചിരിയും കൂടെ ബെറ്റർ ലുക്കിംഗ് ആയിട്ട് നാളെ, അങ്ങനെ ഓരോ ദിവസവും ബെറ്ററായി നമ്മുടെ ഫുള്ളസ്റ്റ് ബെസ്റ്റ് മനുഷ്യരായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും പറ്റും. താങ്ക് യു വെരി മച്ച്.